പട്ടാളക്കാരൻ പെട്ടെന്ന് തന്റെ സുഹൃത്തിനെ മണ്ണിൽ കുഴിച്ചിട്ടു മറഞ്ഞിരിക്കാൻ ഒരു മൃതദേഹം വലിച്ചു. ശത്രുസൈന്യം കടന്നുപോയി. അവരിൽ ഒരാൾ തന്റെ സുഹൃത്തിന്റെ മുഖത്തേക്ക് അടുത്തു. പെട്ടെന്ന് ഒരു ശത്രു തിരിഞ്ഞ് മൃതദേഹം കുത്തി. ശത്രു പോയ ഉടനെ അയാൾ മൃതദേഹം തള്ളിമാറ്റി കുഴിച്ചിട്ട സുഹൃത്തിനെ പുറത്തെടുത്തു. അകലെ മറ്റൊരു സൈനികൻ ഇപ്പോഴും ജീവനോടെയിരിക്കുന്നതായി അയാൾ കണ്ടു. സഹായിക്കാൻ പോയി. പക്ഷേ ഒരു ശത്രു അവനെ കണ്ടു. അയാൾ ഒരു തുരങ്കത്തിലേക്ക് ചാടി. പക്ഷെ ഒരു ഗ്രനേഡ് അവന്റെ പിന്നാലെ എറിഞ്ഞു. ഭാഗ്യവശാൽ സാം കൃത്യസമയത്ത് അത് ശ്രദ്ധിച്ചു രക്ഷപ്പെട്ടു. അവിടെ പരിക്കേറ്റ ഒരു ശത്രു പട്ടാളക്കാരനെ അയാൾ കണ്ടെത്തി. പക്ഷേ അയാളെ കൊല്ലുന്നതിനുപകരം സാം അയാളുടെ മുറിവുകൾക്ക് ചികിത്സ നൽകി. ശത്രു അവിശ്വാസത്തോടെ അയാളെ തുറിച്ചുനോക്കി. രാത്രിയായപ്പോൾ സാം തുരങ്കം വിട്ട് അതിജീവിച്ച പട്ടാളക്കാരെ തിരഞ്ഞുകൊണ്ടിരുന്നു. ദുർബലമായ ശരീരത്തോട് പോലും ഗുരുതരമായി പരിക്കേറ്റവരെ മരണത്തിന്റെ പിടിയിൽ നിന്ന് അയാൾ പുറത്തെടുത്തുകൊണ്ടിരുന്നു. ശത്രു പട്ടാളക്കാരെ പോലും. സാമിന്റെ കാലുകൾ വിറക്കാൻ തുടങ്ങി. കൈകൾ വിറച്ചു. പക്ഷെ അയാൾ നിന്നില്ല. സുഹൃത്ത് ഇപ്പോഴും സഹായത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അയാൾ പ്രാർത്ഥിച്ചു, ഒരാൾ കൂടി. ദയവായി എനിക്ക് ഒരാളെ കൂടി രക്ഷിക്കാൻ അനുവദിക്കൂ. മറ്റൊരു പട്ടാളക്കാരനെ രക്ഷിച്ച ശേഷം അയാൾ വീണ്ടും പ്രാർത്ഥിച്ചു, ഒരാൾ കൂടി. പരുക്കൻ കയറുകൾ അയാളുടെ കൈകളെ വല്ലാതെ മുറിച്ചിരുന്നു. പക്ഷേ പരിക്കേറ്റവർ ഓരോരുത്തരായി പാറക്കെട്ടിലൂടെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. അവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കുന്നിൻ മുകളിൽ ആരോ ജീവൻ രക്ഷിക്കുന്നുണ്ടെന്ന് മാത്രമേ അവർക്കറിയാമായിരുന്നുള്ളൂ. ഇതെല്ലാം കണ്ട് ക്യാപ്റ്റൻ ഞെട്ടലോടെ ചോദിച്ചു, ആരാണ് ആ മനുഷ്യൻ? ഉത്തരം വന്നു, അത് സാമാണ്. പരിചയമില്ലാത്തതിനാൽ എല്ലാവരും കളിയാക്കിയ പുതിയ ആൾ. രാവിലെ ആയപ്പോഴേക്കും സാം തന്റെ പരിക്കേറ്റ ഡ്രിൽ സർജന്റിനെ കണ്ടെത്തി. ശത്രുക്കൾ പ്രദേശം മുഴുവൻ തിരഞ്ഞു. സാം സർജന്റിന്റെ റൈഫിൾ എടുത്തു. ഒരു നിമിഷം സാം പ്രാക്ടീസ് ചെയ്യാൻ പോകുകയാണെന്ന് സർജന്റ് കരുതി. പകരം സാം റൈഫിൾ തുണിയിൽ പൊതിഞ്ഞ് സർജന്റിനെ തോളിൽ കയറാൻ ആംഗ്യം കാണിച്ചു. പാറക്കെട്ടിന്റെ അരികിലെത്തിയപ്പോൾ സർജന്റ് കവർ ഫയർ നൽകി. സാം ആദ്യം അവനെ താഴെയിറക്കി. സർജന്റ് നിലത്തെത്തിയ ഉടനെ സാം ഇപ്പോഴും മുകളിലുണ്ട് എന്ന് ക്യാപ്റ്റനോട് വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം സാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ പരിക്കേറ്റ മറ്റൊരു സൈനികനെ പുറകിൽ വഹിച്ചുകൊണ്ട്. ശത്രുക്കൾ അവനെ പിന്തുടരാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ സൈനികർ കവർ ഫയർ നൽകി. സാം രക്ഷപ്പെട്ടു. ഒടുവിൽ അവനെ രക്ഷപ്പെടുത്തിയപ്പോഴും അവന്റെ മനസ്സ് യുദ്ധക്കളത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അയാൾക്ക് ശരിയായി നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ക്യാപ്റ്റൻ സൗമ്യമായി ചോദിച്ചു, നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിക്കേറ്റോ? സാമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾക്ക് ഒരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. നരകത്തിൽ നിന്ന് തിരിച്ചുവന്ന നായകനെ ആദരിച്ചുകൊണ്ട് എല്ലാ സൈനികരും നിശബ്ദരായി നിന്നു. സാം അത് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷെ ആ രാത്രിയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് 76 ജീവൻ രക്ഷിച്ചു. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമകളുടെ റീക്യാപ്പിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.